വായിക്കാനും മനസ്സിലാവാനും തിരിച്ചറിയാനും ട്രെയിനിങ് ഉൾക്കൊള്ളാനുമുള്ള കഴിവുള്ള ഒരു ജനതയാണ് വേണ്ടത്. അത് കേരളത്തിലുണ്ട്. ഇലക്ട്രോണിക്സ് ഇൻഡസ്ട്രിയുടെ ഡെവലപ്മെൻറ്റ് പ്ലസ് വിക്രം സാരാഭായ് സ്പേസ് സെൻറ്ററിൻ്റെ തുടക്കം ആൻഡ് വികസനം പ്ലസ് ഈ നാഷണൽ ലെവൽ ചെയിൻ ഓഫ് ലബോറട്ടറീസ് കമ്മിങ് അപ്പ് ഇൻ കേരള, ഇത് മൂന്നിൻ്റെയും കൂടെ കമ്പൈൻഡ് ഇഫക്റ്റ് വാസ് suddenly in Kerala it was possible to find people with MTechs, MScs, PhDs in almost any science subject. Previously ഇവരെല്ലാം ഇവിടെ PhD ഒക്കെ കിട്ടിക്കഴിഞ്ഞിട്ട് സ്ഥലം വിടും. Now they were all available here. Okay. Now look what happens. നമ്മളെല്ലാം ഈ കാൽവെപ്പ് എല്ലാവർക്കും it was the first time. We were not from industrial families. പഴയ ഈ സംസ്കരണ വ്യവസായങ്ങളല്ല. This is highly high-tech modern വ്യവസായം. So you need PhDs, you need engineers, you need MTechs, you need BTechs. They are all available now in Kerala. Some people are worried that ഇപ്പം ഗൾഫിലുള്ള ജോലി സാധ്യതകൾ കുറയുന്നു. അപ്പം ഗൾഫിൽ നിന്നുള്ള ആൾക്കാർ തിരിച്ചു വരേണ്ടി വരും. ഞാൻ പറയുന്നത് that's not going to be a bad thing for Kerala. Because when those people come back, they are bringing back skills. Kerala has now started to a modern manufacturing sector has emerged. ഇത് ആരും നോട്ടീസ് ചെയ്തില്ല because ഈ numbers are still not big enough, in the hundreds. പക്ഷേ we are very soon getting there. Kerala startup ecosystem is considered to be the best in India. ആരാ പറയുന്ന? പിണറായി വിജയനല്ല അവകാശപ്പെടുന്നത്. But നീതി ആയോഗ് is saying, ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ നീതി ആയോഗ് വളരെ വിഷമിച്ച് പ്രയാസപ്പെട്ട് സമ്മതിക്കുന്നു that the best startup ecosystem in India is Kerala. ഇവിടുത്തെ സ്കിൽഡ് ലേബറിൻ്റെ ശതമാനം കൂടുമ്പോൾ ഔട്ട് ഓഫ് ദ ടോട്ടൽ വർക്ക് ഫോഴ്സ് സ്കിൽ ലേബർ ഇൻഡസ്ട്രി വിൽ കം ഹിയർ. Kerala model has not only not failed, it has succeeded. That is what I am trying to say. I spoke about the traditional narrative, പിന്നെ the traditional manufacturing sector in the decline and leading to migration. Then third was the Dutch disease syndrome because of the inward remittances and the strong inflows. പക്ഷേ അപ്പം അങ്ങനെയാണെങ്കിൽ ഇവിടെ ഡീഇൻഡസ്ട്രിയലൈസേഷൻ നടക്കേണ്ടതായിരുന്നു. അങ്ങനെയല്ല സംഭവിച്ചത്. So what happened? Something happened. അപ്പോൾ I have a hypothesis. My hypothesis is ഈ 1970s through the 70s and up to the early 80s C. അച്യുതമേനോൻ്റെ നേതൃത്വത്തിൽ and with the advice of outstanding economists like K.N. Raj and Dr. P.K. Gopalkrishnan, they drew up a master plan for creating an industrial base in Kerala. ഒരു modern industrial base in Kerala. അപ്പോൾ മോഡേൺ ഇൻഡസ്ട്രിയൽ ബേസ് കേരളത്തിൽ ഇല്ലായിരുന്ന ഒരു സംസ്ഥാനത്ത് എങ്ങനെ ഉണ്ടാക്കും ഒരു ഇൻഡസ്ട്രിയൽ ബേസ്? സോ ദി ഇക്കോണമിസ്റ്റ് സെഡ്, ഇവിടെ നമുക്ക് റോ മെറ്റീരിയൽസ് ഇല്ല. അതർവൈസ് ഇപ്പോൾ അയണോറോ മാംഗനീസോറോ അതുപോലത്തെ എന്തെങ്കിലും റോ മെറ്റീരിയൽസ് ഒക്കെ ഉണ്ടെങ്കിൽ അതിനെ സംസ്കരിക്കുന്നതിന് ബേസ് ചെയ്തുകൊണ്ട് ഒരു ഇൻഡസ്ട്രി, ഒരു കെമിക്കൽ ഇൻഡസ്ട്രി എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാം. അതൊന്നുമില്ല. മെക്കാനിക്കൽ എൻജിനീയറിങ്ങിൻ്റെ ഒരു വലിയ പാരമ്പര്യമൊന്നുമില്ല ഇവിടെ. അതായത് വലിയ എന്തെങ്കിലും ഒന്നോ രണ്ടോ ഒരു നല്ലൊരു ഓട്ടോമൊബൈൽ കമ്പനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിന് ചുറ്റിപ്പറ്റി ഇപ്പം മദ്രാസ് ചെന്നൈയിലുള്ളതുപോലെ ഒരു ഓട്ടോ കോമ്പണൻറ്റ് സെക്ടറോ എന്തെങ്കിലുമൊക്കെ വരാൻ, അല്ലെങ്കിൽ കുറേ മിൽസ് ഉണ്ടായിരുന്നെങ്കിൽ ആ മിൽസിന് ചുറ്റിപ്പറ്റി കുറച്ച് ഇൻഡസ്ട്രി ലൈക്ക് ഇൻ കോയമ്പത്തൂർ വല്ലതും വരാം. അതൊന്നും ഇല്ല ഇവിടെ. So he said we have to start from scratch. We have to build a completely new industry. ഇവിടെ ഇല്ലാത്ത ഒരു ഇൻഡസ്ട്രി വെച്ചിട്ട് ഈ ഇൻഡസ്ട്രിയൽ വിപ്ലവം ഇവിടെ കൊണ്ടുവരണം. അപ്പോൾ അവർ പറഞ്ഞു ദ ബെസ്റ്റ് ഇൻഡസ്ട്രി, ആൻഡ് ഇമാജിൻ ദിസ് ദേ തോട്ട് ഓഫ് ഇറ്റ് ഇൻ ദ 70s. അവർ പറഞ്ഞു ഈസ് ഇലക്ട്രോണിക്സ് മാനുഫാക്ചറിങ്, ബിക്കോസ് ഇലക്ട്രോണിക്സ് ഈസ് നോട്ട് റോ മെറ്റീരിയൽ ഇൻറ്റൻസീവ്. നമ്മൾ റോ മെറ്റീരിയൽസ് വെരി ലൈറ്റ്. അപ്പോൾ ദൂരെ നിന്ന് ഇറക്കുമതി ചെയ്യേണ്ടതാണെങ്കിലും ഇറ്റ് ഈസ് നോട്ട് ഗോയിങ് ടു കോസ്റ്റ് മച്ച്. അപ്പോൾ നമുക്കൊരു കോസ്റ്റ് ഡിസഡ്വാൻറ്റേജ്, അത്ര വലിയ കോസ്റ്റ് ഡിസഡ്വാൻറ്റേജ് ഇല്ല. ഇലക്ട്രോണിക്സ് ഇൻഡസ്ട്രിക്ക് എന്താണ് ആവശ്യം? വി ഡോണ്ട് നീഡ് വലിയ ജയൻറ്റ് ഫാക്ടറീസ്, വി നീഡ് സ്മോൾ ഫാക്ടറീസ്. What is the most important thing which electronics needs? Skilled manpower. Skilled men and women, educated men and women who can understand instructions, who can follow instructions, standard operating procedures, വായിക്കാനും മനസ്സിലാവാനും തിരിച്ചറിയാനും ട്രെയിനിങ്
ഉൾക്കൊള്ളാനുമുള്ള കഴിവുള്ള ഒരു ജനതയാണ് വേണ്ടത്. അത് കേരളത്തിലുണ്ട് എന്നാണ് കെ എൻ രാജും പി കെ ഗോപാലകൃഷ്ണനും ഒക്കെ പറഞ്ഞത്. അപ്പോൾ അവർ പറഞ്ഞ് വിൽ സെറ്റപ്പ് ആൻ ഇലക്ട്രോണിക്സ് ഇൻഡസ്ട്രി ഫ്രോം സ്ക്രാച്ച്. അപ്പോൾ അതിനവർ പോയി കണ്ടുപിടിച്ച ആൾ KPP നമ്പ്യാർ. ഹി വാസ് വർക്കിംഗ് ഫോർ രത്തൻ ടാറ്റ റണ്ണിങ് നെൽകോ. അപ്പോൾ KPP നമ്പ്യാരെ പോയി പറഞ്ഞു. KPP നമ്പ്യാർ ഈസ് എ സോർട്ട് ഓഫ് മാൻ. ദേ ആസ് ദ കറക്റ്റ് പേഴ്സൺ ബിക്കോസ് നമ്പ്യാർക്ക് ഇതൊരു ചാലഞ്ചായിരുന്നു. ഹി വാണ്ടഡ് എ ചാലഞ്ച്. മറ്റത് ഹി വാസ് ഗെറ്റിംഗ് ബോർഡ്. അവിടെ ശമ്പളം വാങ്ങിക്കുന്നു, ഇസ് ഡൂയിങ് നത്തിങ്. സോ ഹീ കെയിം ഹിയർ ആൻഡ് ഹീ ബ്രോട്ട് എ വെരി ബ്രൈറ്റ് ടീം ഓഫ് പീപ്പിൾ. സോ one side is KPP Nambiar set up Kerala State Electronics Development Corporation. നമ്മൾ കെൽട്രോൺ എന്ന് പറയുന്നത് is the brand. The company's name was Kerala State Electronics Development Corporation, KSEDC. KSEDC എന്ത് ചെയ്തു? അത് ഇറ്റ് സെറ്റപ്പ് സീരീസ്. അയാൾ ഫോളോ ചെയ്ത മോഡൽ വാസ്, വേറെ സംസ്ഥാനങ്ങളിൽ ഒക്കെ വേറെ ആരെങ്കിലും ചെയ്തിരുന്നെങ്കിൽ they would have set up a huge company. Say ഭാരത് ഇലക്ട്രോണിക്സ് ലിമിറ്റഡ് എന്ന് പറഞ്ഞ ഒരു ജൈഗാൻറ്റിക് കമ്പനി ഇൻ ബാംഗ്ലൂർ, അല്ലെങ്കിൽ BHEL, അങ്ങനെ എന്തെങ്കിലുമൊക്കെ. ഇദ്ദേഹം എന്ത് ചെയ്തു? ഹീ സെഡ് വി വിൽ സെറ്റ് അപ്പ് സ്മോൾ കമ്പനീസ് in all the districts of Kerala. The whole idea was to create an industrial culture in a state where there was no industrial culture. Upon he set up Keltron counters, Keltron printed circuit boards, Keltron controls, Keltron tool room, Keltron peripherals, Keltron rare earths, Keltron this, Keltron that, Mangattu Paramba, Matte Paramba, ivide avade ellam cheriya villagesillum Perunalmanda, you name it, avade ellam oru Keltron de unit kaanum. 10, 25, 30 factories were set up. All were working well. He found very good professionals to run them. എല്ലാം IIT trained people coming from all parts of India. അങ്ങനത്തെ ഉള്ളവരെ ആകർഷിച്ചു. ബിക്കോസ് അവർക്കൊക്കെ ഇതൊരു ചാലഞ്ചായിരുന്നു. കേരള വാസ് ഓൺ ഇറ്റ്സ് വേ ടു ബിക്കമിങ് ദ Taiwan of India at that time. Unfortunately, my theory is it was destroyed by, it was retarded by vested interests. I'm not going to get into details of that. But the point was, ആ ദൗത്യത്തിൽ KPP നമ്പ്യാർ വിജയിച്ചു. KPP നമ്പ്യാറും അച്യുതമേനോൻ്റെയൊക്കെ ആ ദീർഘവീക്ഷണം ആൻഡ് അവരുടെ ആ സ്ട്രാറ്റജി വിജയിച്ചു. ദേ ക്രിയേറ്റഡ് ആൻ ഇൻഡസ്ട്രിയൽ കൾച്ചർ ഇൻ എ സ്റ്റേറ്റ് വെർ ദർ വാസ് നോ മോഡേൺ ഇൻഡസ്ട്രിയൽ കൾച്ചർ. ഇതവർ ചെയ്യുമ്പം ദിസ് വാസ് നോട്ട് ജസ്റ്റ് ലുക്ക് അറ്റ് ദി വേ സംടൈംസ് നല്ല കാര്യങ്ങൾ ചെയ്യുമ്പം സംടൈംസ് ഈവൻ ഗുഡ് ലക്ക് ഹെൽപ്സ് യു. സോ ഗുഡ് ലക്ക് എന്തായിരുന്നു? ഓൾമോസ്റ്റ് അറ്റ് ദ സെയിം ടൈം വിക്രം സാരാഭായ് സ്പേസ് സെൻറ്റർ വാസ് സെറ്റപ്പ് ഇൻ ട്രിവാൻഡ്രം. വിക്രം സാരാഭായ് സ്പേസ് സെൻറ്റർ അവിടെ സെറ്റപ്പ് ചെയ്തപ്പം വലിയ മല, മറ്റേ വട്ടിയൂർക്കാവ്, പിന്നെ മഹേന്ദ്രഗിരി, അങ്ങനെ കുറേ ഫെസിലിറ്റീസ് വന്ന് വേറെ 100 കണക്കിന് ഹൈലി ക്വാളിഫൈഡ് ടെക്നീഷ്യൻസ് ഫ്രം ഓൾ ഓവർ ഇന്ത്യ കെയിം ദർ. അവരെല്ലാം ദേ കെയിം ആൻഡ് സെറ്റിൽഡ് ഇൻ കേരള. ബിക്കോസ് ഇതെടുത്തിട്ട് വേറെ അങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുന്നതല്ലല്ലോ. ഇറ്റ് ഹാസ് ടു ബി ഓൺ ദ ജിയോ മാഗ്നറ്റിക് ഇക്വേറ്റർ ആൻഡ് ദ ജിയോ മാഗ്നറ്റിക് ഇക്വേറ്റർ ഓൺലി പാസസ് ത്രൂ തുമ്പ. സോ തുമ്പയിൽ മാത്രമേ ഈ റിസർച്ച് ഫെസിലിറ്റീസ് കൊണ്ടുവരാൻ പറ്റുള്ളൂ. ദാറ്റ് വാസ് ഡിസൈഡഡ് ബൈ ജോഗ്രഫി, നോട്ട് ബൈ നാഷണൽ പോളിസി. സോ വിക്രം സാരാഭായ് സ്പേസ് സെൻറ്ററിൽ ആയിരക്കണക്കിന് ടാലൻറ്റഡ് പീപ്പിൾ. സോ ദാറ്റ് വാസ് ദ സെക്കൻഡ് ഡെവലപ്മെൻറ്റ്. ദ തേർഡ് ഡെവലപ്മെൻറ്റ് വാസ്, അന്ന് ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ ഒരു സ്കീം അനുസരിച്ച് എവറി സ്റ്റേറ്റ് വാസ് ആസ്ക്ഡ് ടു സെറ്റ് അപ്പ് എ സ്റ്റേറ്റ് കൗൺസിൽ ഫോർ സയൻസ്, ടെക്നോളജി ആൻഡ് എൻവയറൺമെൻറ്റ്. State Council for Science, Technology and Environment. The only state which implemented that policy was Kerala. Achyut Menon liked the idea. So what did he do? In that time, the late 70s and 80s, they set up Chitra Tirunal Institute for Medical Science and Technology, the Center for Earth Science Studies, Center for Water Resources Development and Management, Kozhikode, the Forest Research Institute, Peachy, the Center for Plantation Crops Research, Center for Tuber Crops Research, Tropical Botanical Garden and Research Institute, and 1 or 2 more. അപ്പോൾ ഈ സ്ഥാപനങ്ങളെല്ലാം ഓരോന്നും ഇറ്റ്സ് സ്കാറ്റേർഡ് അക്രോസ് ഇന്ത്യ. എല്ലാം തിരുവനന്തപുരം ജില്ലയിലോ തിരുവനന്തപുരം സിറ്റിയിലല്ല, അക്രോസ് കേരള, ഓൾ ദീസ് തിങ്സ്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? വാട്ട് ഈസ് ദ സിഗ്നിഫിക്കൻസ് ഓഫ് ദിസ്? പ്രീവിയസ്ലി നമ്മുടെ നല്ല കോളേജുകളിൽ നിന്ന് ഗ്രാജുവേറ്റ് ചെയ്ത് MSc സയൻസിലൊക്കെ ക്വാളിഫൈ ചെയ്യുന്ന ആരെങ്കിലും ഒരു ജോലി കിട്ടണമെങ്കിൽ ദേ ഹാവ് ടു ഗോ ടു എ ലാബ് ഔട്ട്സൈഡ് കേരള, ബിക്കോസ് കേരള ഡിഡ് നോട്ട് ഹാവ് എനി റിസർച്ച് ലാബ്സ്. ഈ പ്രോജക്റ്റ് പ്രകാരം ഇത്രയും നാഷണൽ ലെവൽ ലാബ്സ് കേരളത്തിൽ തന്നെ ഉണ്ടായപ്പം
ഈ PhDസും MSCസും പോസ്റ്റ് ഗ്രാജുവേറ്റ്സും എല്ലാം ഗോട്ട് ജോബ്സ് ഇൻ കേരള. സോ ഈ 3 ഫോഴ്സസ്, ദാറ്റ് ഇസ് ഇലക്ട്രോണിക്സ് ഇൻഡസ്ട്രിയുടെ ഡെവലപ്മെൻറ്റ് പ്ലസ് വിക്രം സാരാഭായ് സ്പേസ് സെൻറ്ററിൻ്റെ തുടക്കം ആൻഡ് വികസനം പ്ലസ് ഈ നാഷണൽ ലെവൽ ചെയിൻ ഓഫ് ലബോറട്ടറീസ് കമ്മിങ് അപ്പ് ഇൻ കേരള, ഇത് മൂന്നിൻ്റെയും കൂടെ കമ്പൈൻഡ് ഇഫക്റ്റ് വാസ് suddenly in Kerala it was possible to find people with MTechs, MSCs, PhDs in almost any science subject. Previously ഇവരെല്ലാം ഇവിടെ PhD ഒക്കെ കിട്ടിക്കഴിഞ്ഞിട്ട് സ്ഥലം വിടും. Now they were all available here. Okay. Now look what happens. അപ്പോൾ ഇതെല്ലാം സെറൻഡിപ്പിറ്റിയാണ്. I mean ഈ നമ്മൾ ഈ ഒരു അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങൾ ഉണ്ടാക്കണം. അത് ഇറ്റ്സ് ഓൾമോസ്റ്റ് ലൈക്ക് അഗ്രികൾച്ചറിൽ വാട്ട് ഡസ് എ ഫാമർ ഡു? ഫാമർ വന്ന് ഈ ആ ചെടിയെ ഓരോ ദിവസം വന്ന് ലെക്ചർ ചെയ്ത് ഗുണദോഷിച്ച് വടി വെച്ച് അടിച്ച് ഒന്നും അല്ലല്ലോ, അല്ലേ? അയാൾ എന്തോ ചെയ്യുന്നത്? വെള്ളം ഒഴിക്കും, വളമിടും, പിന്നെ അതിന് അനുകൂലമായിട്ട് അതിന് എന്തെങ്കിലും പെസ്റ്റ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ പെസ്റ്റ്സിൽ നിന്ന് പ്രൊട്ടക്ഷൻ കൊടുക്കും. ആൻഡ് ദെൻ ഇറ്റ് ലീവ്സ് ഇറ്റ് ടു ദ പ്ലാന്റ്, അല്ലേ? The plant does all the work. The farmer has to just do the climate control and management of that thing. അതുപോലെയാണ് ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റ് ഓൾസോ, where it is actually like climate control. So what happened was, ഈ മോഡേൺ മാനുഫാക്ചറിങ് വ്യവസായത്തിന് അനുകൂലമായിട്ടുള്ള ഈ ഘടകങ്ങളെല്ലാം ആ ദീർഘവീക്ഷണത്തോടെ ഡെലിബറേറ്റ് പബ്ലിക് പോളിസി, അല്ലാതെ ദിസ് ഇസ് നോട്ട് മൈ, ദാറ്റ് ഇസ് മൈ ഹൈപ്പോത്തസിസ്, ഡെലിബറേറ്റ് പബ്ലിക് പോളിസി കൊണ്ട് സൃഷ്ടിച്ച് ഒരുക്കിയപ്പോൾ നൗ ആഫ്റ്റർ ദാറ്റ് ഉടനെ സഡൻലി എല്ലാം കൂടെ ഇങ്ങനെ കിളിച്ച് വരത്തില്ല. ഇറ്റ് ടേക്സ് ടൈം. ഇൻ ദ 80s when people like me and C.V. Jacob and P.K. Ahmed and so many others, these 50 other people, നമ്മളെല്ലാം ഏകദേശം ഒരേ കാലയളവിലാണ് വ്യവസായ മേഖലയിലോട്ട് ഇറങ്ങുന്നത്. നമ്മളെല്ലാം ഈ കാൽവെപ്പ് എല്ലാവർക്കും ഇറ്റ് വാസ് എ ഫസ്റ്റ് ടൈം. വി വർ നോട്ട് ഫ്രം ഇൻഡസ്ട്രിയൽ ഫാമിലീസ്, ഫാമിംഗ് ഫാമിലി. ഒരാൾ കോൺട്രാക്ടറായിരുന്നു, വേറൊരാൾ ഒരു സയൻറ്റിസ്റ്റ് ആയിരുന്നു, വേറൊരാൾ എൻ്റെ കൂട്ട് ഒരു IAS ഓഫീസറായിരുന്നു. നമുക്ക് ഈ വ്യവസായമായിട്ട് യാതൊരു ബന്ധമില്ല. ഇതിലേക്ക് മേഖലയിലേക്ക് വരുമ്പം നമ്മൾ എന്താ നോക്കുന്നത്? വി വാണ്ട് ഹൈലി സ്കിൽഡ് ആൻഡ് ഹൈലി ട്രെയിൻഡ് മാൻ പവർ. ബിക്കോസ് നമ്മുടെ വ്യവസായങ്ങളെല്ലാം പഴയ ഈ സംസ്കരണ വ്യവസായങ്ങളല്ല. ദിസ് ഈസ് high tech modern വ്യവസായം. So you need PhDs, you need engineers, you need MTechs, you need BTechs. They are all available now in Kerala. ദൂരെ നിന്ന് ഇറക്കുമതി ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പം C.V. ജേക്കബ് കോലഞ്ചേരിയിൽ ഈ സിന്തൈറ്റിൻ്റെ R&D ഡിവിഷൻ സെറ്റപ്പ് ചെയ്യുമ്പോഴോ, ഞാൻ എൻ്റെ R&D ഡിവിഷൻ സെറ്റപ്പ് ചെയ്യുമ്പോഴോ, വേറെ ആരെങ്കിലും ഓരോ PK സ്റ്റീൽസിൽ അവരുടെ മെറ്റലർജിയിൽ R&D ചെയ്യുമ്പോൾ ഒക്കെ they found people here. Okay. ആ ലഭ്യത ഇല്ലായിരുന്നെങ്കിൽ ഈ വ്യവസായങ്ങളൊന്നും വളരാൻ പറ്റില്ല. അതാണ് ഞാൻ മൈ സോ ദ ഹൈപ്പോത്തസിസ് ഇസ്, ഇങ്ങനെ അനുകൂലമായിട്ടുള്ള ഇത് ഉണ്ടായതുകൊണ്ട് കേരള ഹാസ് നൗ സ്റ്റാർട്ടഡ് ടു എ മോഡേൺ മാനുഫാക്ചറിങ് സെക്ടർ ഹാസ് എമർജ്ഡ്. ഇതാരും നോട്ടീസ് ചെയ്തില്ല, ബിക്കോസ് ഈ നമ്പേഴ്സ് ആർ സ്റ്റിൽ നോട്ട് ബിഗ് ഇനഫ്, ഇൻ ദ ഹൺഡ്രഡ്സ്. പക്ഷേ വി ആർ വെരി സൂൺ ഗെറ്റിംഗ് ദെയർ. Now if you see, it is not a coincidence that Kerala startup ecosystem is considered to be the best in India. ആരാ പറയുന്ന? പിണറായി വിജയനല്ല അവകാശപ്പെടുന്നത്. ബട്ട് നീതി ആയോഗ് is saying, ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ നീതി ആയോഗ് വളരെ വിഷമിച്ച് പ്രയാസപ്പെട്ട് സമ്മതിക്കുന്നു that the best startup ecosystem in India is Kerala startup മിഷൻ്റെ ഇതാണ്. അപ്പം I am saying, why is all this happening now here? Because Kerala is ready. And therefore now it is proving what Amartya Sen and K.N. Raj and all said, that നമ്മൾ അന്ന് by paying attention to human resources, by paying attention to seeing that every child goes to school and completes school, by doing all that, we are now in a position to be taking advantage of a modern industrialization, which will mean high value added, high. So ഇപ്പം ഫോർ എക്സാമ്പിൾ ഇതിൻ്റെ പല ഗുണങ്ങൾ പറ്റി ഞാൻ ഒരു കാര്യം മാത്രം പരാമർശിക്കാം. സം പീപ്പിൾ ആർ വറീഡ് ദാറ്റ് ഇപ്പം ഗൾഫിലുള്ള ജോലി സാധ്യതകൾ കുറയുന്നു.
അപ്പം ഗൾഫിൽ നിന്നുള്ള ആൾക്കാർ തിരിച്ചു വരേണ്ടി വരും. അവിടെ ലോക്കൽ മണ്ണിൻ്റെ മക്കൾ അതുപോലത്തെ ചില അടുത്തൊക്കെ ബഹ്റൈനിലും 2-3 അടുത്തൊക്കെ അജിറ്റേഷൻസൊക്കെ തുടങ്ങിക്കഴിഞ്ഞു. അവിടെയും രാഷ്ട്രീയവൽക്കരണം ഉണ്ടാവും. ഈ ഏകാധിപത്യം അത് ഇതൊക്കെ കുറയും അവിടെ. ആൻഡ് ഡെമോക്രസി വിൽ കം ദെയർ ആൻഡ് പ്രഷേഴ്സ് വരും. അപ്പോൾ ജോലി അവസരങ്ങൾ കുറയും. ഞാൻ പറയുന്നത് ദാറ്റ്സ് നോട്ട് ഗോയിങ് ടു ബി എ ബാഡ് തിങ് ഫോർ കേരള. Because when those people come back, they are bringing back skills. Okay. See, ഇപ്പം നമ്മുടെ ഏറ്റവും വലിയ പ്രോബ്ലം ഇന്ത്യയുടെ ടുഡേ എന്താണ്? സ്കിൽ ഗ്യാപ്പ്. എവറിബഡി ഈസ് ടോക്കിംഗ് അബൌട്ട് ഇന്ത്യയിൽ ഇഷ്ടംപോലെ ലേബർ ഉണ്ട്. മോസ്റ്റ് ഓഫ് ദി സ്റ്റേറ്റ്സ് ഹാവ് ഓൺലി അൺസ്കിൽഡ് ലേബർ. ആ അൺസ്കിൽഡ് ലേബർ ഇസ് ഫിറ്റ് ഓൺലി ഫോർ അൺസ്കിൽഡ് വർക്ക്. They are not fit for any other work. And the numbers are very frightening. ഇന്ത്യയുടെ ടോട്ടൽ വർക്ക് ഫോഴ്സ് ഇസ് എസ്റ്റിമേറ്റഡ് അറ്റ് 450 million. 45 കോടി ആണ് ഇന്ത്യയുടെ വർക്ക് ഫോഴ്സിൻ്റെ ഒരു എസ്റ്റിമേറ്റ്. ആ 45 കോടി ഇറ്റ് ഈസ് എസ്റ്റിമേറ്റഡ്. ആ 45 കോടിയിൽ നിന്ന് 5% മാത്രമേ ഹാവ് എനി കൈൻഡ് ഓഫ് സ്കിൽ. 95% ദേ ഹാവ് നോ സ്കിൽ, നോ ട്രെയിനിങ്, നോ സ്കില്ലിങ്. ഒരു പ്രോഗ്രാമും അവർ ചെയ്തിട്ടില്ല. യു നോ വാട്ട് ദ ഫിഗർ ഫോർ സൗത്ത് കൊറിയ ഇസ്? ജസ്റ്റ് ടു ഷോ യു ദ ഡിഫറൻസ്. 85% വർക്ക് ഫോഴ്സ് ഇസ് സ്കിൽഡ്. ഇന്ത്യയിൽ 5%. ഇതാണ് ഡിഫറൻസ്. നമ്മളെ എങ്ങനെ സൗത്ത് കൊറിയ ആവാൻ പോകുന്നോ ഉടനെ? ബട്ട് കേരള ക്യാൻ ബിക്കം സൗത്ത് കൊറിയ ബിക്കോസ് വി ഹാവ് എൻ എഡ്യൂക്കേറ്റഡ് വർക്ക് ഫോഴ്സ് വിച്ച് നമ്മുടെ ആ സ്കിൽ ഡെവലപ്മെൻറ്റ് മാത്രം കുറച്ചും കൂടെ പ്രോഗ്രാം ITIസും പോളിടെക്നിക്സും ഒക്കെ നല്ലപോലെ ഡെവലപ്പ് ചെയ്താൽ വി ക്യാൻ ഇൻക്രീസ്. ആൻഡ് വാട്ട് വിൽ ഹാപ്പൻ ദെൻ ഇസ് ആസ് ഇവിടുത്തെ സ്കിൽഡ് ലേബറിൻ്റെ ശതമാനം കൂടുമ്പോൾ ഔട്ട് ഓഫ് ദ ടോട്ടൽ വർക്ക് ഫോഴ്സ് സ്കിൽ ലേബർ ഇൻഡസ്ട്രി വിൽ കം ഹിയർ. Industry is going to come to where there is skilled labor. So I think the Kerala model has not only not failed, it has succeeded. That is what I am trying.